നമസ്കാരം. നമ്മൾ മലയാള വ്യാകരണമാണ് പഠിക്കുന്നത്. കേരള പാണിനീയത്തിലെ AR പറയുന്ന 6 നയങ്ങൾ ആണ് പഠിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, എന്തായാലും പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ചോദ്യം ഉണ്ടാവും, ഉറപ്പാണ്. ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, 6 നയങ്ങൾ. ഇതിൽ നിന്ന് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. ഏത് ചോദ്യപേപ്പർ എടുത്ത് പരിശോധിച്ചാലും 6 നയങ്ങളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉറപ്പാണ്. അതുകൊണ്ട് പഠിക്കുന്നതുകൊണ്ട് നഷ്ടമില്ല. നമുക്ക് ഒരു ചോദ്യം ഒരു ഉത്തരം ഇതിൽ നിന്ന് ഉറപ്പിക്കാം. നമ്മൾ പഠിക്കുന്ന വിഷയം 6 നയങ്ങൾ എന്നാണ്. എന്താണ് ഈ 6 നയങ്ങൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ അന്ന് പഴയ കാലത്ത് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന നമ്മുടെ മലയാളം. അപ്പം ഈ മലയാളം രൂപപ്പെട്ടു വന്നത് തമിഴിൽ നിന്നാണത്രേ. ഏത് തമിഴിൽ നിന്ന്? അന്ന് നമ്മുടെ നാട്ടിൽ 2 തരത്തിലുള്ള തമിഴുണ്ടായിരുന്നു. ചെന്തമിഴ്, കരിന്തമിഴ്. ചെന്തമിഴെന്ന് പറഞ്ഞാൽ ചുവന്ന തമിഴെന്നർത്ഥം, അല്ലെങ്കിൽ അത് കാവ്യഭാഷയാണ്. കവിതയൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്ന, സാഹിത്യം രചിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് ചെന്തമിഴ്. കരിന്തമിഴെന്ന് പറയുന്നത് വ്യവഹാര ഭാഷയാണ്, സംസാരിക്കുന്ന ഭാഷയാണ്. വ്യവഹാര ഭാഷ, അതായത് കരിന്തമിഴ്, അതിന് വേറൊരു പേരുണ്ട്, കൊടുന്തമിഴ്. അപ്പോൾ കൊടുന്തമിഴെന്ന് പറഞ്ഞാലും കരിന്തമിഴെന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ മലയാളം എടുക്കുമ്പം തിരുവനന്തപുരത്തുകാർ സംസാരിക്കുന്ന പോലെയല്ല തൃശ്ശൂരുകാർ സംസാരിക്കണേ, അതുപോലെയല്ല ഇവിടെ കോട്ടയത്തുകാർ സംസാരിക്കുന്നത്, അല്ലേ? എന്ന് പറയുന്നത് പോലെ അന്നത്തെ കരിന്തമിഴ് പല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള കരിന്തമിഴിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് മലയാളം. അങ്ങനെ ഇന്ന് കാണുന്ന മലയാളം രൂപപ്പെടുന്നതിന് ഒരു 6 കാരണങ്ങൾ AR രാജരാജവർമ്മ പറയുന്നുണ്ട്. ഇത് ആന്തര കാരണമായിട്ട് എടുത്താൽ മതി. ഇതിന് മുമ്പൊരു കാരണമുണ്ട്, ബാഹ്യ കാരണം എന്ന് പറയും. ഒന്നുകൂടെ ചുരുക്കത്തിൽ പറഞ്ഞാൽ, തമിഴ് ഇന്ന് കാണുന്ന മലയാളമായി പരിണമിച്ചതിന് AR രാജരാജവർമ്മ 2 പ്രധാന കാരണങ്ങൾ പറയുന്നു. ഒന്ന് ബാഹ്യ കാരണം, മറ്റൊന്ന് ആന്തര കാരണം. ബാഹ്യ കാരണം എന്ന് പറഞ്ഞാൽ പുറമേ കാണുന്ന കാരണങ്ങൾ. ദേശത്തിൻ്റെ കിടപ്പമ്മാതിരിയാണ്. നിങ്ങൾക്കറിയാം, ഒരു കൊച്ചു പാവയ്ക്ക പോലുള്ളൊരു സ്ഥലമാണ് നമ്മുടെ കേരളം. അപ്പം ദേശത്തിൻ്റെ കിടപ്പൊരു കാരണമാണ്. മറുനാട്ടുകാർക്കില്ലാത്ത വിശേഷ വിധികളായ മുണ്ടുടുപ്പ് എന്ന് പറഞ്ഞാൽ മുണ്ടുടുപ്പ് എന്നല്ല, മുണ്ടുടുക്കുന്ന രീതി, മുൻകുടുമ, മരുമക്കത്തായം, ആര്യദ്രാവിഡ സങ്കരം, നമ്പൂതിരിമാരുടെ പ്രാബല്യം, ഇതെല്ലാം ഭാഷയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ആന്തര കാരണങ്ങൾ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, ഭാഷ പരിണമിച്ച് ഇന്ന് കാണുന്ന കറക്റ്റ് നമ്മുടെ മലയാളം ആ ഒരു തരത്തിലേക്ക് ആവുന്നത് ഈ പറയുന്ന ആന്തര കാരണങ്ങളായ 6 കാരണങ്ങൾ കൊണ്ടാണ്. നോക്കൂ. അനുനാസിക അതിപ്രസരം, അനുനാസികത്തിൻ്റെ അതിപ്രസരം, അതാണ് അനുനാസിക അതിപ്രസരം. തവർഗോ ഉപമർദ്ദം അല്ലെങ്കിൽ താലവ്യ ആദേശം, രണ്ടിനും ഒന്ന് തന്നെയാണ്. തവർഗോ ഉപമർദ്ദം എന്ന് പറഞ്ഞാലും താലവ്യ ആദേശം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. സ്വരസംവരണം, പുരുഷ ഭേദ നിരാസം, ഖിലോപ സംഗ്രഹം, അംഗഭംഗം. ഇത് പഠിക്കാൻ ആദ്യം ഇത് പഠിക്കുന്ന രീതിയും കൂടെ പറഞ്ഞുതരാം. ആദ്യം AR രാജരാജവർമ്മയുടെ 6 നയങ്ങൾ എന്ന് പഠിക്കണം. എന്നിട്ട് അതിന് ബാഹ്യകാരണം ഉണ്ടെന്നും ആന്തര കാരണം ഉണ്ടെന്നും പഠിക്കണം. ബാഹ്യകാരണങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. ആന്തര കാരണങ്ങളുടെ പേരും പഠിച്ചു വെക്കണം. 6 നയങ്ങൾ ഏതൊക്കെയാ? അനുനാസികാതിപ്രസരം, താലവ്യാദേശം, പുരുഷഭേദ നിരാസം, സ്വരസംവരണം, കിലോപസംഗ്രഹം, അംഗഭംഗം. ഇങ്ങനെ പഠിച്ചതിന് ശേഷം അത് ഓരോന്ന് എന്താണെന്ന് പഠിക്കണം. ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു തമിഴ് സെൻറ്റൻസ് അങ്ങോട്ട് നിരത്തി എഴുതുക. ഒരു തമിഴ് സെൻറ്റൻസ് എഴുതുക. അതിനകത്ത് നമ്മളീ പറഞ്ഞ അനുനാസികാതിപ്രസരവും താലവ്യാദേശവും ഒക്കെ യഥാക്രമം എന്ന് വേണ്ട, അവിടെ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ തമിഴ് സെൻറ്റൻസ് മലയാളം ആവും. മനസ്സിലായോ? അതാ. അപ്പോൾ അത് നമ്മുടെ AR രാജരാജവർമ്മ മനസ്സിലാക്കി. അങ്ങനെയാണ് ഈ 6 നയങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓരോരോ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. എന്തായാലും 6 നയങ്ങൾ വിട്ടുകളയരുത്, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. ഇതൊരു ബേസ് കൂടിയാണ്. അപ്പോൾ ഇത് പഠിച്ചതുകൊണ്ട് ഒരു നഷ്ടവും വരാനില്ല. എന്താണ് അനുനാസിക അതിപ്രസരം? അതിനായിട്ട് അനുനാസികം എന്താണ് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ വർഗാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക ഖ ഗ ഘ ങ
ച ഛ ജ ഛ ഞ ച ഛ ജ ഛ ഞ പറഞ്ഞു. ട ട ഡ ഠ ണ ത ഥ ദ ഥ ന പ ഫ ബ ഭ മ. ഇതാണല്ലോ വർഗാക്ഷരങ്ങൾ. ഇതിനെ ഓരോന്നായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഖരം, അതിഖരം, മൃദു, ഘോഷം, അനുനാസികം. പഠിച്ചിട്ടുണ്ടോ? ഖരം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ക, ച, ട, ത, പ. താഴോട്ട് എണ്ണണം. അതിഖരം എന്ന് പറഞ്ഞാൽ ഖ, ഛ, ഠ, ഥ, ഫ. മൃദു എന്ന് പറയുമ്പം ഗജഡ ദബ അല്ലെ, ഗജഡ ദബ. ഘോഷം എന്ന് പറയുമ്പം മൃദുവിന്റെ അപ്പുറത്ത് കിടക്കുന്ന താഴോട്ട് ഘ, ഝ, ഢ, ഢ, ഭ. പിന്നെ അനുനാസികം. അനുനാസികം എന്ന് പറയുമ്പോൾ ങ, ഞ, ണ, ന, മ. അപ്പോൾ വർഗാക്ഷരങ്ങളിൽ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന അല്ലെങ്കിൽ അഞ്ചാമത് കിടക്കുന്ന ആ താഴോട്ട് കിടക്കുന്ന സംഭവങ്ങളാണ് അനുനാസികം എന്ന് പറയുന്നത്. അനു എന്ന് പറഞ്ഞാൽ കൂടെ, നാസിക എന്ന് പറഞ്ഞാൽ മൂക്ക്. അനുനാസികം എന്ന് പറഞ്ഞാൽ മൂക്കിന്റെ സഹായത്താൽ ഉച്ചരിക്കപ്പെടുന്നത്. നമുക്ക് മൂക്ക് പൊത്തിപ്പിടിച്ചെന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾ മൂക്ക് പൊത്തിപ്പിടിച്ച് എങ്ങനെയാണ് നമ്മ പറഞ്ഞു നോക്കൂ. ഉണ്ടോ? പറയാൻ പറ്റുന്നില്ല. കണ്ടോ? അപ്പൊ മൂക്ക് തുറന്നാണ് ഉച്ചരിക്കുന്നതെങ്കിൽ ങ, ഞ, ണ, ന, മ എന്ന് വ്യക്തമായിട്ട് പറയാം. ഈ അനുനാസികം അതിന് അതിപ്രസരം സംഭവിച്ചു. എപ്പോഴ്? തമിഴ് വാക്കുകൾ മലയാളമായി മാറിയപ്പോൾ, അല്ലെങ്കിൽ തമിഴ് മലയാളമായി മാറിയപ്പോൾ ആദ്യം ഉണ്ടായ അല്ലെങ്കിൽ പ്രധാനമായിട്ടുണ്ടായ ഒരു കാര്യം അനുനാസിക അതിപ്രസരമാണ്. ഇതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, നമ്മൾ തമിഴ്നാട്ടുകാർ തേങ്ക, കഞ്ചി, മാങ്ക എന്നൊക്കെ പറഞ്ഞ ഇടത്തുള്ള അവസാനത്തെ അക്ഷരം നോക്കിയേ, തേങ്ക. ങ്ങായും കായും കൂടി ചേർന്നാണല്ലോ ഇങ്ക വരുന്നത്. തേങ്ക, മാങ്ക, കഞ്ചി. അപ്പൊ തേങ്ക എന്നുള്ളത് ങ്ങായും കായും ചേർന്നിട്ടല്ലേ ഇങ്ക വരുന്നത്. ആ ഇങ്ക എന്തായിട്ട് മാറി? ആ ഇങ്കായിലെ കാ, ഇങ്ക, ങ്ങായും കായും. അതിലെ കായിനെ ങ, അതിൻ്റെ തന്നെ ഒരു ങ്ങായിനെയും കൂടെ വിളിച്ച് ഇങ്ങയാക്കി മാറ്റി. അതായത് കാ പോയിട്ട് അവിടെ ങ വന്നു. അപ്പൊ ഇങ്ക ഇങ്ങയായി. കഞ്ചി, കഞ്ചിയിൽ ഞായും ചായുവാ ചേരുന്നത് അല്ലേ. അതിൽ ചാ പോയിട്ട് വീണ്ടും ഞാ വന്നു. കഞ്ഞി. തേങ്ങ. മാങ്ക എന്നുള്ളതിൻ്റെ കാ പോയിട്ട് ങ തന്നെ വന്നിട്ട് മാങ്ങ ആയി. ഇപ്പൊ ഇവിടേക്ക് എന്താ സംഭവിച്ചേ? മാങ്ങ, തേങ്ങ, കഞ്ഞി, നീങ്കൾ എന്നുള്ളത് നിങ്ങൾ എന്നായി. അപ്പൊ ഇവിടെയൊക്കെ ങ, ഞ ഉണ്ടോ, ന, ഇതെല്ലാം അനുനാസികങ്ങളാ. അപ്പോൾ അനുനാസികം ഒന്നുകൂടെ അതിനെ വിളിച്ചത് കൊണ്ട് അതിനെ അനുനാസിക അതിപ്രസരം എന്ന് വിളിക്കുന്നു. നോട്ടിൽ എന്താ തന്നിരിക്കുന്നത് അതുപോലെ വായിക്കട്ടെ ഞാൻ. അനുനാസിക വർണ്ണം തനിക്ക് അടുത്തുകൂടെ വരുന്ന വർണ്ണം ഖരമാണെങ്കിൽ അതിനെ കൂടെ കടന്നു കയറി ആക്രമിച്ച് അനുനാസികമാക്കി തീർക്കും കേട്ടോ. അപ്പം മാക്രോ എന്ന് പറയുന്ന സിനിമയിൽ കാണുന്ന കണക്കത്തെ ആക്രമണമല്ല. ഒരക്ഷരത്തിനെ ഒരക്ഷരവും കൂടെ കായങ്ങെടുത്ത് കളഞ്ഞിട്ട് അതേ ഗ്രൂപ്പിലെ കാ, ഖ, ഗ, ഘ, ങ. ഒരു കുടുംബക്കാരാ അവർ. അതിൽ കാ ചേരാത്തോണ്ട് ഒരു ങ്ങായിനെ കൂടെ ഇങ്ങ് വിളിക്കുക. അങ്ങനെ ആക്കി മാറ്റുന്നു. അപ്പോൾ ഫലത്തിൽ ഈ ഖരത്തിൻ്റെ ഉച്ചാരണം നമുക്ക് വേർതിരിച്ച് കേൾക്കാതെയാകും എന്നാണ് പറയുന്നത്. അതായത് ഇങ്ക ഇങ്ങയായി, ഇഞ്ച ഇങ്ങയായി, ഇന്ത ഇന്നയായി, ഇമ്പ ഇമ്മയായി, ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇതാണ് അനുനാസിക അതിപ്രസരം എന്ന് പറയുന്നത്. നീങ്കൾ നിങ്ങൾ ആയി, നെഞ്ച് നെഞ്ഞ് ആയി, തിന്താൻ അല്ലെങ്കിൽ തിന്തു. അത് സത്യത്തിൽ തിന്താൻ എന്നുള്ളതല്ല, തിണ്ണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് തമിഴ്നാട്ടുകാർ. എല്ലാ വാക്കും അതുപോലെ എടുക്കാൻ പറ്റുമെന്നില്ല. ചിമ്പുക, ചിമ്മുക. പഞ്ചം അതവർ പറയാറുണ്ട്. പഞ്ചം, പഞ്ചം, പഞ്ഞം. കണ്ടോ? തിരുമ്പുക, തിരുമുക. അങ്ങനെ തിരുമ്പി വിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തിരുമ്പി വിടാനാണ്. അപ്പം ഒன்று ഒന്ന് ആവുന്നത്. അപ്പം ഇതെല്ലാം അനുനാസിക അതിപ്രസരത്തിന് ഉദാഹരണമായിട്ട് നമ്മൾ ഇനി പഠിക്കുന്നത് താലവ്യാദേശമാണ്. താലവ്യാദേശം. തവർഗോ ഉപമർദ്ദം എന്നാണ് ഇതിൻ്റെ പേര്. തവർഗോപമർദ്ദം, താലവ്യാദേശം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് താലവ്യം എന്താണെന്ന് പഠിക്കണം, ആദേശം എന്താണെന്ന് പഠിക്കണം. നിങ്ങൾ സന്ധി അറിയാമല്ലോ, പിരിച്ചെഴുതുക, ചേർത്ത് എഴുതുക, അതിനകത്ത് വരുന്ന ഈ ദ്വിത്വസന്ധി, ലോപസന്ധി. അപ്പം അതിനകത്ത് നമ്മൾ ആദേശസന്ധി പഠിക്കുമല്ലേ. അപ്പം ആദേശം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഒരു വർണ്ണം പോയിട്ട് മറ്റൊന്ന് വരിക. ഒന്ന് പോയി വേറൊന്ന് വരുന്നതിനാണ് ആദേശം എന്ന് പറയുന്നത്. അപ്പം ആ വാക്ക് ആദ്യം പഠിച്ചു വെക്കണം. ഒന്ന് പോയി വേറൊന്ന് വരുന്നു, അതാണ് ആദേശം.
താലവ്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? താലവ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പറയേണ്ടി വരും. എന്നാലും നമുക്ക് ചുരുക്കി പറയാം. നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാനൊന്ന് ചുരുക്കി പറയാം. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ നിങ്ങളോടത്ത് സുഖമാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ടാണോ സംസാരിക്കുന്നത്, പുറത്തേക്ക് വിട്ടുകൊണ്ടാണോ? പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് അല്ലേ? അകത്തേക്ക് എടുത്തുകൊണ്ടാണോ? അല്ല. ഇപ്പം ഞാൻ അകത്തേക്ക് എടുത്തുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ അടുത്ത് സുഖമാണോ എന്ന് ചോദിക്കുന്നത്? സുഖമാണോ? കണ്ടോ, പറ്റുന്നില്ല. പക്ഷേ പുറത്തേക്കാണെങ്കിലോ ആദ്യം ഞാൻ ശ്വാസമൊക്കെ എടുത്ത് വെച്ചു, അതിനുശേഷം പുറത്തേക്ക് ഞാൻ ശ്വാസം പതുക്കെ വിട്ടുകൊണ്ട് സുഖമാണോ കണ്ടോ ചോദിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലായി, ശബ്ദം അകത്ത് നിന്ന് പുറത്തേക്കാണ് വരുന്നത്. എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞൊക്കെ ഈ ശബ്ദം വരുവുള്ളൂ. അല്ലാതെ പൈപ്പിൻ്റെ കുഴലിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ ശബ്ദം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയേ ഇരിക്കത്തുള്ളൂ ശബ്ദം. നമ്മുടെ വായ്ക്കകത്ത് തൊണ്ട, പിന്നെ ഈ ഉൾനാക്ക് എന്ന് പറയുന്ന ഭാഗം, മൂർധാവ് എന്നൊക്കെ പറഞ്ഞ ഓരോ സാധനങ്ങളുണ്ട്. ഈ കവിളിൻ്റെ ഭാഗം, പിന്നെ പല്ല് മാംസമായിട്ട് ജോയിൻ്റ് ചെയ്തേക്കുന്ന ഭാഗം, മേൽചുണ്ട്, കീഴ്ചുണ്ട്, ഇങ്ങനെയുള്ള പല ഭാഗങ്ങളിലുമൊക്കെ നമ്മുടെ നാക്ക് ടച്ച് ചെയ്യും, ശ്വാസത്തെ അവിടെ ഇവിടെ തടഞ്ഞു നിർത്തും. ഇങ്ങനെയൊക്കെയാണ് ശബ്ദം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് പലതരത്തിലുള്ള അക്ഷരങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ്ട് പിടികിട്ടി. അപ്പോൾ തൊണ്ട തൊട്ട് നമുക്ക് തുടങ്ങാം. തൊണ്ടയാകുമ്പം ഖ ഖ ഗ ഘ ങ എല്ലാം തൊണ്ട കൊണ്ടാണ് പറയുന്നത് കണ്ടോ, ക. ഇനി ച എന്ന് പറയുന്ന അക്ഷരം, ച തൊട്ട് ഛ ഛ ജ ഝ ഞ, ഇതിത്രയും നമ്മുടെ ഉൾനാക്കിൻ്റെ സഹായത്താലാണ് പറയുന്നതെന്ന് ആ ഭാഷാശാസ്ത്രകാരന്മാർ പറയുന്നത്. അതായത് നിങ്ങൾ കണ്ണാടി എടുത്ത് വാ തുറന്ന് പിടിച്ച് ഇങ്ങനെ വാക്കകത്തൂടെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു സുനാപ്പി കാണാം. ആ ഉൾനാക്ക് എന്ന് പറയും, എന്ന് പറഞ്ഞൊരു തട്ടുന്നൊരു സംഭവം, ഒരു ചെറിയ നാക്ക്, ഇതാണ് ഉൾനാക്ക് എന്ന് പറയുന്നത്. അതിന് താലു, ഏതാണ്ട് താലു എന്ന് അതിനാ പറയുന്നത്, ആ ഭാഗമൊക്കെ. അപ്പോൾ ആ താലുവിൽ തട്ടി ശബ്ദം പുറത്തേക്ക് വരുന്നതിനാൽ അതിനെ താലവ്യ അക്ഷരങ്ങൾ എന്നാ പറയുക, ഛ ഛ ജ ഛ ഞ. ഓക്കെ, പിന്നെ പുറത്തേക്ക് വരുമ്പോഴാണ് ഠ മൂർധന്യം, മൂർധാവിൽ തട്ടിയാണ്. അപ്പം നാക്കിൻ്റെ തുമ്പ് ട അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു നോക്കിയേ, ഉണ്ടോ ഒരു സോഫ്റ്റ് ഭാഗത്ത് മേളിൽ ടച്ച് ചെയ്യുന്നില്ല, അതാണ് മൂർധാവ്, അവിടെ തട്ടി വരുന്നതുകൊണ്ട് മൂർധന്യം. പിന്നെ ന, പല്ലിൽ തട്ടിയാണ് വരുന്നത്. പല്ലിൽ തട്ടാതെ നിങ്ങൾക്ക് ന പറയാവോ? പറ്റത്തില്ല. അതുപോലെ ചുണ്ട് രണ്ടും കൂട്ടിമുട്ടിച്ചാൽ മാത്രമേ പ ഫ ബ ഭ മ പറയാൻ പറ്റുള്ളൂ. കണ്ടോ, മേൽചുണ്ടും കീഴ്ചുണ്ടും കൂടെ. അപ്പോൾ പ ഭ ബ ഭ മ. അപ്പം ഇവിടെ താലു ഏതൊക്കെയാണ് പറഞ്ഞത്? താലവ്യം ഏതൊക്കെയാ? ഛ ഛ ജ ഝ ഞ. അപ്പം താലവ്യ ആദേശം കണ്ടോ. അപ്പം താലവ്യ സ്വരവുമായിട്ടപ്പോൾ നമുക്ക് ബന്ധമുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ ആദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് പോയി വേറൊന്ന് വരുന്നു എന്ന് മനസ്സിലായി. ഇനി എന്തുവാ കാര്യം എന്ന് നമുക്ക് നോക്കാം. ഞാനൊരു ഉദാഹരണം ആദ്യം പറയാം. പിടിത്തു, തമിഴിൽ പിടിത്താൻ എന്ന് പറയും. പിടിത്താൻ എന്ന് പറഞ്ഞാൽ അവൻ, പിടിത്താൻ എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ പിടിച്ചു എന്നാണ് അർത്ഥം. നമ്മൾ വീഴാൻ പോയപ്പോൾ അവൻ നമ്മളെ പിടിച്ചു, അപ്പോൾ പിടിത്താൻ. ഇത് മലയാളീകരിക്കുമ്പോൾ പിടിച്ചാൻ എന്നായി. പിടിത്തു എന്നുള്ളത് പിടിച്ചു എന്നായി. അപ്പോൾ പിടിത്തു എന്ന് പറയുമ്പോൾ അവസാനിച്ച ശബ്ദം ഏതാ? ത. പിടിത്തു, ത. അവസാനിച്ച ശബ്ദം ഊ ആണ്, അതല്ല. അക്ഷരം മൊത്തത്തിൽ എടുക്കുമ്പോൾ തു, ത്. താ ഏത് അവയവം കൊണ്ടാണ് ഉച്ചരിക്കുന്നത്? നാക്ക് പല്ലിൽ തട്ടുമ്പോഴാണ് താ പറയുന്നത്. പിടിത്തു. അതുകൊണ്ട് ത എന്ന് പറയുന്ന അക്ഷരം ദന്ത്യത്തിലാണ് വരുന്നത്. ദന്ത്യാക്ഷരങ്ങളാണ് ത. ത ഥ ദ ഥ ന ഒക്കെ ദന്ത്യം. അപ്പോൾ പിടിത്തു. അതിന് പകരം ഈ ദന്ത്യം മാറിയിട്ട് ആര് വരുന്നു? ഒന്ന് പോയിട്ട് വേറൊന്ന് വരുന്നു. തായ്ക്ക് പകരം ആര് വരുന്നു? പിടിച്ചു, ച വരുന്നു. ച ഛ ജ ഛ ഞ ഏതെന്നാ പറഞ്ഞേ? താലവ്യ സ്വരങ്ങളാന്നാ പറഞ്ഞേ. അപ്പോൾ ദന്ത്യമായ തകാരം പോയിട്ട്, ത എന്ന അക്ഷരം പോയിട്ട് പകരം ആര് വരുന്നു? താലവ്യമായ ച വരുന്നു. ഇതാണ് താലവ്യ ആദേശം എന്ന് പറയുന്നത്. മനസ്സിലായാ? അപ്പോൾ താലവ്യ ആദേശം എന്ന് പറഞ്ഞാൽ കരിമ്പിടി കിട്ടി. ദന്ത്യമായ അക്ഷരങ്ങൾ പോയിട്ട് പകരം ആര് വരും? താലവ്യമായിട്ടുള്ള ഛ ഛ ജ ഛ ഞ, ഇതിലേതെങ്കിലും വരും. ഇപ്പം അലൈന്തു എന്ന് പറയുമ്പോൾ അവിടെയും തായ, അത് മാറിയിട്ട് അലഞ്ഞു, ഞ കണ്ടോ, ഞാ വരുന്നു. നെരുക്കം എന്നുള്ളതിനകത്തും ഞെരുക്കം എന്നാവുന്നു കണ്ടോ, അതും നായും ദന്ത്യവ, അത് പോയിട്ടാണ് ഞാ വരുന്നത്. നരമ്പ്, അതിന് പകരം ഞരമ്പ് എന്ന് നമ്മൾ പറയുന്നു കണ്ടോ. ഐന്തിന് പകരം അഞ്ച് എന്നാവുന്നു, ച വരുന്നു അവിടെ.
മനസ്സിലായ? അപ്പൊ തവർഗോ ഉപമർദ്ദം എന്ന് പറഞ്ഞാൽ അത് തന്നെ, തവർഗങ്ങളെ മർദ്ദം പ്രയോഗിച്ച് തള്ളിക്കളയുക, അതാണ് തവർഗം. അതിനെ മാറ്റിയിട്ട് ചവർഗം വരിക. ഇതാണ് താലവ്യ ആദേശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പുരുഷ ഭേദ നിരാസം പഠിക്കാം. നിലവിലുള്ള വ്യവഹാര ഭാഷയായിരുന്ന തമിഴ്, അത് മലയാളമായി രൂപപ്പെട്ട 6 നയങ്ങളിൽ ഒന്നാണ് പുരുഷഭേദ നിരാസം. പുരുഷഭേദ നിരാസം എളുപ്പ വഴിയിൽ എങ്ങനെ പഠിക്കാം? തമിഴിലാണെങ്കിൽ അവൻ വന്നു എന്നുള്ളതിന് അവൻ വന്താൻ, അവൾ വന്നു എന്നാണെങ്കിൽ അവൾ വന്നാൾ, അവൾ വന്നാൾ, അവൾ വന്നാൾ എന്നുള്ളതിനെ കാട്ടി അവൾ വന്നാൾ, അവൾ വന്നാൾ, അവൻ വന്താൻ, അവർ വാറാർ, ഇങ്ങനെ പറയുന്നത്. അവർ വാറാർ ഓർ അവർ വരുകിറാർ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ ക്രിയയുടെ കൂടെ, അതായത് ആഖ്യാതം അഥവാ പൂർണ്ണക്രിയയുടെ കൂടെ അവൻ വന്നു, ഇരുന്നു, കിടന്നു, അപ്പം വന്താൻ, ഇരുക്കിറാൻ, അല്ലെങ്കിൽ ഇരുന്താൻ, കിടക്കിറാർ അല്ലെങ്കിൽ കിടക്കിറാറുകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഇതൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ പൂർണ്ണക്രിയയുടെ കൂടെ ഇങ്ങനെ ലിംഗപ്രത്യയങ്ങൾ, വചനപ്രത്യയങ്ങൾ, ഇതൊക്കെ ചേർത്താണ് ഈ തമിഴ് ഭാഷ വരുന്നത്. ഈ പുരുഷപ്രത്യയങ്ങളെ മുഴുവൻ നമ്മുടെ മലയാള ഭാഷ ഉപേക്ഷിച്ചു. ഏതിൻ്റെ കൂടെ? ക്രിയയുടെ കൂടെ വരുന്നതിനെ ഉപേക്ഷിച്ചു. നമ്മൾ അവൻ വന്നു, അവൾ വന്നു, അവർ വന്നു, ഇങ്ങനെ പറയാറുള്ളൂ. പക്ഷേ തമിഴിലാകുമ്പോൾ അവനാണെങ്കിൽ വെർബിൻ്റെ കൂടെ വന്താൻ, അവളാണെങ്കിൽ വന്നാൾ, വാറാർ, അർ, ഇതൊക്കെ ചേർത്തിട്ടാണ് പറയുന്നത്. നമ്മളത് ഉപേക്ഷിച്ചു. ഇതാണ് പുരുഷഭേദ നിരാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഈ മനസ്സിലാകാത്ത ഭാഷയിൽ, അതായത് പെട്ടെന്ന് പിടികിട്ടാത്ത ഭാഷയിൽ പറയണമെങ്കിൽ ഇങ്ങനെ പറയണം: തമിഴിലെ കാലവാചകങ്ങളായ ആഖ്യാതങ്ങൾക്ക് കർത്താവിനോടുള്ള പൊരുത്തത്തിന് വേണ്ടി ലിംഗം, പുരുഷൻ, വചനം ഇവയെ കുറിക്കുന്ന പ്രത്യയങ്ങളെ ചേർത്ത് രൂപഭേദം വരുത്താറുണ്ട്. ഇവയ്ക്ക് പുരുഷ പ്രത്യയങ്ങൾ എന്ന് പറയുന്നു. മലയാള ഭാഷ ഇതെല്ലാം ഒന്നോടെ ഉപേക്ഷിച്ചു. അപ്പം ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊന്നും വരുത്തില്ല, നമ്മുടെ മനസ്സിൽ ഇതിനൊന്നും ഒരു പിക്ചറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പുരുഷഭേദ നിരാസം എന്ന് പറഞ്ഞാൽ എന്താ? തമിഴിൽ അവൻ വന്താൻ, അവൾ വന്താൾ, അവർ വന്താർ എന്ന് പറയുമ്പം നമ്മൾ മലയാളികൾ ആ പൂർണ്ണക്രിയയുടെ കൂടെയുള്ള പുരുഷപ്രത്യയങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒറ്റയടിക്ക് സാധാരണ ഇല്ല, അവൻ വന്നു, അവൾ വന്നു, അവർ വന്നു, ഇങ്ങനെയാണ് പറയുന്നത്. ഇതാണ് പുരുഷഭേദ നിരാസം. ഓക്കെ, നമ്മൾ ഇനി പഠിക്കുന്നത് ARൻ്റെ 6 നയങ്ങളിലെ ഖിലോപ സംഗ്രഹമാണ്. ഇതിനകത്ത് നമ്മൾ വേർഡ്സിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഖിലമുണ്ട്, ഉപസംഗ്രഹമുണ്ട്. ഖിലോപ സംഗ്രഹമല്ലേ, അപ്പം ഉപസംഗ്രഹം, ഖിലോപ സംഗ്രഹം. ഇനി ഇതിൽ ഖിലം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അപ്രയുക്തം എന്നാണ്. ഖിലം എന്നാൽ അപ്രയുക്തം. കുറച്ചുകൂടി ക്ലിയറായിട്ട് പറഞ്ഞാൽ, ഒരു കാലത്ത് നടപ്പിലുണ്ടായിരുന്നത് കാലക്രമത്തിൽ പ്രയോഗിക്കാതെ വന്നത്. ഒരു കാലത്ത് നടപ്പിലുണ്ടായിരുന്നിട്ട് കാലക്രമത്തിൽ പ്രയോഗിക്കാതെ വന്നതിനെയാണ് നമ്മൾ ഖിലങ്ങൾ എന്ന് പറയുന്നത്. തമിഴർ ഒരു കാലത്ത്, തമിഴ്നാട്ടിലെ ആളുകൾ, അവർ ഈ പ്രകൃതി, പ്രത്യയങ്ങൾ, അപ്പോൾ ഇതിനെയൊക്കെ അവർ ഉപേക്ഷിച്ചു. ചിലതിനെയൊക്കെ ഉപേക്ഷിച്ചു, കുറേ കാര്യങ്ങളെ അവർ ഉപേക്ഷിച്ചു. തമിഴിൽ ഇന്നത് നടപ്പിലില്ല. നന്നൂലിൽ പറഞ്ഞിട്ടുണ്ട്, തമിഴ് വ്യാകരണ ഗ്രന്ഥമായിട്ടുള്ള നന്നൂല്, അതിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും, ചില പ്രത്യയങ്ങൾ പോലും തമിഴിൽ പിന്നീടത് നടപ്പിലല്ലാതായിട്ട് മാറി. പക്ഷേ നമ്മുടെ മലയാളത്തിൽ നമ്മളത് നിലനിർത്തുന്നു. അപ്പോൾ ഒരു കാലത്ത് നടപ്പിലുണ്ടായിരുന്നിട്ട് ഇല്ലാതെ പോണതാണ്, പ്രയോഗത്തിൽ ഇല്ലാതെ പോയ തമിഴിലെ ചില കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ നിലനിർത്തുന്നുണ്ട്. ഇതിനാണ് ഖിലോപ സംഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വ്യത്യസ്തമാണ്. ഇതുവരെ പറഞ്ഞത് എങ്ങനെയാ? തമിഴിലുള്ള പല കാര്യങ്ങളെയും നമ്മൾ വേണ്ടാന്ന് വെച്ച് നമ്മുടേതായ രീതി മാറ്റി എന്നാണ് പറഞ്ഞത്. ഖിലോപ സംഗ്രഹം അങ്ങനെയല്ല. തമിഴർ ഉപേക്ഷിച്ച പല കാര്യങ്ങളും നമ്മൾ നിലനിർത്തി കൊണ്ടുപോകണു. ഇതാണ് ഖിലോപ സംഗ്രഹം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പിൻവിനയച്ചം. പിൻവിനയച്ചം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, പൂർണ്ണക്രിയ, അപൂർണക്രിയ. പൂർണ്ണക്രിയയെ നമ്മൾ, അതായത് ക്രിയയെ രണ്ടായിട്ട് തിരിക്കും: പൂർണ്ണക്രിയ, അപൂർണക്രിയ.
പൂർണ്ണക്രിയയുടെ വേറൊരു പേരാണ് മുറ്റുവിന. അപൂർണക്രിയയുടെ വേറൊരു പേരാണ് പറ്റുവിന. ഇതിൽ പറ്റുവിനയെ വീണ്ടും രണ്ടായിട്ട് തിരിക്കും, പേരച്ചം വിനയച്ചം. പേരച്ചം എന്ന് പറഞ്ഞാൽ പേരിനെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണക്രിയ. വിനയച്ചം എന്ന് പറഞ്ഞാൽ വിനയെ ആശ്രയിച്ചിരിക്കുന്ന അപൂർണക്രിയ. ഇതിൽ ഈ വിനയച്ചത്തിനെ, അതായത് ഒരു ക്രിയയെ ആശ്രയിച്ചിരിക്കുന്ന വിന അഥവാ ക്രിയയെ ആശ്രയിച്ചിരിക്കുന്ന അപൂർണക്രിയയായ ഈ വിനയച്ചത്തിനെ 5 ആയിട്ട് തിരിക്കാം. മുൻവിനയച്ചം, പിൻവിനയച്ചം, നടുവിനയച്ചം, മുൻപിൻ, തൻവിനയച്ചം, പാക്ഷിക വിനയച്ചം. അപ്പോൾ മുൻവിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പഠിക്കുന്നത് പിൻവിനയച്ചത്തെക്കുറിച്ചാണ്. എളുപ്പമാണ് പഠിക്കാൻ. ആൻ ചേർത്തങ്ങ് പറഞ്ഞാൽ മതി. ആൻ ചേർത്ത് വരുന്ന ക്രിയകൾ, അതായത് കുളിക്കാൻ വന്നു, വായിക്കാൻ പോകുന്നു, ഇരിക്കാൻ പറഞ്ഞു, കിടക്കാൻ പോണു, കണ്ടോ? അപ്പോൾ ആൻ വരുന്ന വാക്കുകൾ കുളിക്കാൻ, വായിക്കാൻ, ഇരിക്കാൻ, ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ ആൻ വരുന്ന വാക്കുകൾ. ഇപ്പോൾ തമിഴിൽ കുളിക്കാൻ വന്നു എന്ന് പറയത്തില്ല, കുളിക്ക വന്താൻ അങ്ങനെ പറയുന്നേ. അവളാണെങ്കിലോ അവൾ കുളിക്ക വന്താൾ. അവിടെ ആൻ എവിടെ പോയി? കുളിക്കാൻ ഇല്ല. കുളിക്കാൾ വന്താൾ ഇങ്ങനൊന്നും പറയാറില്ല. അവർ കുളിക്ക വന്താൾ, കുളിക്ക വന്താൻ, കുളിക്ക വാറാർ ഇങ്ങനെ പറയും. നമ്മൾ അവരത് ഉപേക്ഷിച്ചു. ഏതാ? ആൻ. നമ്മൾ കുളിക്കാൻ വന്നു, വായിക്കാൻ പോകുന്നു, വാസിക്ക പോകുറാർ എന്ന് പറഞ്ഞാൽ വായിക്കാൻ പോകണമെന്ന്. വാസിക്കാൻ എന്നവർ പറയത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ്. ഇരിക്കാൻ പറഞ്ഞു, ഇറുക്കച്ചൊന്നാൻ അങ്ങനെയാണ് തമിഴിൽ പറയുന്നത്. നമ്മൾ ഇരിക്കാൻ പറഞ്ഞു എന്ന് പറയും. നമ്മൾ ഈ തമിഴിൽ വേണ്ടാന്ന് വെച്ചാൽ ആ ആനെന്ന് പറയുന്ന പ്രത്യയം, ലുപ്തപ്രചാരമായി പോയ പ്രത്യയം, ഖിലമായ പ്രത്യയം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇതാണ് പിൻവിനയച്ചം. പിൻവിനയച്ചം ചേർത്ത് വരുന്ന കാര്യം. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഒരു കാര്യം പഠിക്കണം, നിയോജക മധ്യമ ബഹുവചനം. നിയോജക മധ്യമ ബഹുവചനം സമം ഇൻ ആണ്. ഇൻ എന്ന പ്രത്യയത്തെയാണ് നമ്മൾ നിയോജക മധ്യമ ബഹുവചനം എന്ന് പറയുന്നത്. ഇത് തമിഴിൽ ഉണ്ടായിരുന്നു, പക്ഷേ അവരുപയോഗിക്കുന്നില്ല. നമ്മൾ ഇൻ ചേർത്ത് വരിൻ, പോകുവിൻ, കാണുവിൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ തമിഴിൽ അത് ഇപ്പോഴങ്ങനെ ഉപയോഗിക്കാറില്ല. ഓക്കെ, ഇനി അംഗഭംഗം. അടുത്തതാണ് അംഗഭംഗം. 6 നയങ്ങളിൽ ഒന്നാണ് അംഗഭംഗം. അംഗഭംഗം എന്ന് പറഞ്ഞാൽ പഴയ ദ്രാവിഡത്തിലുള്ള പല കാര്യങ്ങൾ, പ്രത്യയങ്ങൾ, ഇതിനെയൊക്കെ ചുരുക്കിയിട്ടുണ്ട്. അക്ഷരലോപം ചെയ്ത് ചുരുക്കുന്നതിനാണ് അംഗഭംഗം എന്ന് പറയുന്നത്. അതായത് തമിഴിൽ പലതരത്തിലുള്ള വാക്കുകൾ. ഇപ്പോൾ ഉദാഹരണം, അവനുക്ക്. തമിഴിൽ അവനുക്ക്, അവൾക്ക് എന്നാണ് പറയുന്നത്. പക്ഷേ ഇക്ക് എന്ന് പറയുന്ന ഉദ്ദേശിക പ്രത്യയം നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മളത് ചുരുക്കിയിട്ട് അവൾക്ക്, അവന് എന്നാക്കി. അപ്പോൾ ചോദിക്കും, സാറേ നേരത്തെ സാറ് പറഞ്ഞ് ആ ഇക്ക് മാറ്റി എന്ന് പറഞ്ഞ് ആണ്. ഇപ്പം അവൾക്ക് എന്നുള്ളത് അവൾക്ക് ആയിട്ട് ചുരുങ്ങിയത്, അത് നമുക്ക് അംഗഭംഗമായിട്ട് പറയാം. അവനുക്ക് എന്ന് പറയുന്നതിൽ അവന് എന്ന് പറയുന്നത് അംഗഭംഗമാണ്. അവനുക്ക്. അപ്പോൾ അതിനകത്തുള്ള ഇക്ക് മാറിയിട്ട് അവന് എന്നാവുന്നത് അംഗഭംഗമാണ്. മറ്റൊന്ന് അവളുടയ എന്ന് പറയുന്നത് അവളുടെ എന്നാക്കി മാറ്റുന്നത് കൊണ്ട് തന്നെയാണ് അംഗഭംഗമാണ്. ആ ഉടയ ചുരുക്കി ഉടയാക്കി. ഇപ്പോൾ വാസുവോടയ എന്നുള്ളതാണെങ്കിൽ നമ്മൾ അതെല്ലാം ചുരുക്കി വാസുവിൻ്റെ. അതുപോലെ ചെയ്യ വേണ്ടും, അവർ തമിഴിൽ ചെയ്യ വേണ്ടും എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ചെയ്യണം എന്നാക്കി മാറ്റി. ചെയ്യ വേണ്ടും എന്നുള്ളത് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യ വേണം. വേണ്ടും എന്നുള്ളതിനെ നമ്മൾ അണമാക്കി മാറ്റി. വേണം, വേണം, ഏണം, അണം, അങ്ങനെ അണമാക്കി മാറ്റി. ചെയ്യ വേണം, ചെയ്യ വേണ്ടും എന്നുള്ളത് ചെയ്യ വേണം, പിന്നീട് ചെയ്യണം എന്നാക്കി ചുരുക്കി. ഇങ്ങനെ ചുരുക്കുന്നതിനെ അംഗഭംഗം എന്നാണ് പറയുക. അപ്പോൾ മലയാളത്തിൽ 6 നയങ്ങൾ ആരവതരിപ്പിക്കുന്നു? AR രാജരാജവർമ്മ. ഏത് കൃതിയിൽ? കേരള പാഠനീയത്തിൽ. 6 നയങ്ങൾ. അപ്പോൾ 6 നയങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് എങ്ങനെ? അതായത് അന്ന് നിലവിലുണ്ടായിരുന്ന ഭാഷ, അത് വ്യവഹാരത്തിലുണ്ടായിരുന്ന ഭാഷ മലയാളമായി പരിണമിച്ചതിന് 2 കാരണങ്ങൾ, ബാഹ്യകാരണവും ആന്തരകാരണവും.